എം ഷാജിക്ക് നല്ല മാറ്റമുണ്ട്. ബി.ജെ.പിക്കും ആർ.എസ്.എസിനും അടിമപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ വാ തുറന്നാൽ അവർക്ക് വേണ്ടി മാത്രം വാദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മന്ത്രി കെ എം ഷാജിയെ പരിഹസിച്ചുകൊണ്ട് CPM നേതാവ് KN ബാലൻ ഇവിടെ രംഗത്ത് വന്നിരിക്കുകയാണ്. പിണറായി വിജയനാകട്ടെ സംഖ്യയാണ് എന്ന് പ്രചരിപ്പിച്ചു. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ UDF-ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി CPM നേതാവ് രംഗത്ത് വരുന്നത്. മദ്യനയം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ അതുമായി ബന്ധപ്പെട്ട ധനബിൽ അവതരിപ്പിക്കരുത് എന്നതാണ് ആവശ്യപ്പെടുന്നത്. വിഷയത്തിൽ സ്പീക്കർ ഇടപെട്ടുകൊണ്ട് നടപടികൾ തടയുമെന്നും അതുമാത്രമല്ല മദ്യനയം ഇടത് സർക്കാരിന് തന്നെ തിരിച്ചടിയായിരിക്കുന്ന സന്ദർഭത്തിൽ കൂടിയാണ് ഇത്തരം ഒരു വിമർശനം അല്ലെങ്കിൽ ഇത്തരത്തിൽ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ഒഴിവാക്കുന്ന വ്യവസ്ഥ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ധനബിൽ അവതരിപ്പിക്കാനാകുമെന്നും എന്നാൽ ധനബില്ല് നിയമസഭ പാസാക്കിയാൽ അത് നിയമമാകുമെന്നും അതിനുശേഷം എക്സൈസ് വകുപ്പിന് ലഭ്യമാകുന്ന അപേക്ഷകൾ തള്ളിക്കളയാൻ സാധിക്കില്ല എന്നും ഈ വിഷയത്തിൽ എക്സൈസ് മന്ത്രി സ്വീകരിച്ച നിലപാട് നിയമപരമായി തന്നെ ശരിയല്ല എന്നതാണ് ബാലന്റെ വിമർശനം. അതേസമയം ആ ഒരു വിവാദത്തിനിടെ തന്നെ മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ KN ഷാജിക്കെതിരെയും അദ്ദേഹം രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഷാജിക്ക് നല്ല മാറ്റം വന്നിരിക്കുന്നു എന്നുള്ള പരിഹാസമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടിൽ UDF-ന് ഗുണകരമല്ല എന്നും മറിച്ച് BJP-ക്ക് അനുകൂലമാണ് എന്നും ആരോപണമുണ്ട്. KM ഷാജി BJP-യുടെയും RSS-ന്റെയും നിലപാടുകളോട് അടുപ്പം കാണിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാരിനെതിരെ ഷാജിയോ UDF-ഓ അവിടെ ശക്തമായ വിമർശനം നടത്തുന്നു എന്നതാണ് ഉന്നയിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ മതപരമായ വിഷയത്തിലേക്ക് മാത്രം ചുരുങ്ങാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അതാണ് ചിലരുടെ പ്രധാന അജണ്ടയെന്നും അദ്ദേഹം വിമർശിച്ചു. പിണറായി വിജയനെ സംഖ്യ എന്ന് പ്രചരിപ്പിക്കാൻ നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഇപ്പോൾ UDF-ന് തന്നെ വലിയ തിരിച്ചടിയായി മാറുകയാണ്. മദ്യനയം, ധനബില്ല്, രാഷ്ട്രീയ ആരോപണങ്ങൾ എന്നിവയെ ചൊല്ലി ഭരണ പ്രതിപക്ഷ പോര് കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ നിയമസഭയിലും പുറത്തും വിഷയത്തിൽ കടുത്ത ചർച്ചകൾ തുടരുന്നു എന്നതാണ് വിലയിരുത്തൽ. PM ആവാസ് യോജന പ്രകാരം നിർമ്മിക്കുന്ന അതേസമയം ഇപ്പോൾ KM ഷാജിയാകട്ടെ ചില പ്രതികരണങ്ങൾ നടത്തി രംഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ PM ആവാസ് യോജന പ്രകാരം നിർമ്മിക്കുന്ന വീടുകളിൽ കേന്ദ്ര സർക്കാർ അവിടെ എംബ്ലം വെക്കുന്നതിൽ തെറ്റില്ല എന്ന് ആവർത്തിച്ചാണ് അദ്ദേഹം ഇവിടെ ഈ ഒരു നിലപാട് വ്യക്തമാക്കുന്നത്. വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കും എന്ന് താൻ പറഞ്ഞിട്ടില്ല. കേന്ദ്ര എംബ്ലത്തിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഇല്ല. ഇതുവരെ നിർമ്മിച്ച വീടുകളിലെ എംബ്ലങ്ങളിൽ ഒന്നും തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ചിട്ടില്ല എന്നും PMY പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ എംബ്ലം വെക്കണം എന്നത് ആ ഒരു നിബന്ധന ആണ് എന്നതാണ് മന്ത്രി പറയുന്നത്. 1 ലക്ഷത്തിലേറെ പേർക്ക് വീട് കിട്ടുന്ന കാര്യം തന്നെയാണ്. ആവശ്യമില്ലാത്ത കപട ആദർശം പറഞ്ഞുകൊണ്ട് ഇത് തടയാനാവില്ല എന്നതാണ് ആളുകളോട് അവിടെ അവരുടെ വയറ്റ് തടിക്കരുതെന്നും അതുപോലെ EMS ഭവനിൽ വിഭാവനം ചെയ്യുന്നവരാണ് PMYയെ എതിർക്കുന്നതെന്നും സംസ്ഥാന വിഹിതം ഉയർത്തുന്നത് കാരണമാണ് PMYയെ പോലുള്ള പദ്ധതികൾ അവിടെ നിന്നും ഇടത് സർക്കാർ പിന്മാറാനുള്ള കാരണമായി തന്നെ പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉള്ളത് കൊണ്ട് പിന്മാറിയത് എന്ന വിവാദം ഇവിടെ ശരിക്കും നുണപ്രചരണമാണ് എന്നതാണ് മന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.